അവരുടെ വിശ്വാസം കണ്ടിട്ട് ഈ തളർവാദക്കാരനോട് യേശു പറയുകയാണ്, നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? ചില രോഗങ്ങൾക്ക് പാപവുമായിട്ട് ബന്ധമുണ്ട്. ഹല്ലേലൂയ. അതാ സങ്കീർത്തനത്തിൽ അവൻ അകൃത്യമൊക്കെയും ക്ഷമിക്കുകയും രോഗം സൗഖ്യമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്തുണ്ട്? ഇവൻ്റെ ഈ തളർവാദം പിടിച്ചതിൻ്റെ പിന്നിൽ അതിനൊരു കാരണമുണ്ട്, അത് പാപമാണ്. ഇവൻ്റെ രോഗം സൗഖ്യമായാലും ഇവൻ്റെ പാപത്തിൽ നിന്ന് ഇവന് മോചനം കിട്ടുന്നില്ല, ഇവൻ വീണ്ടും എന്ത് ചെയ്യും? രോഗിയാകും. അപ്പോൾ ഇവനെ പൂർണ്ണ സൗഖ്യം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവന് പാപത്തിൽ നിന്ന് മോചനം കിട്ടണം. ഭൂതത്തിന് വന്നു കയറാൻ, ഈ അശുദ്ധാത്മാവിന് വന്നു കയറാൻ വേണ്ടി ഇവരായിട്ട് തുറന്ന ചില വാതിലുകൾ കിടക്കുന്നുണ്ട്. അത് അടയാത്തിടത്തോളം കാലം അത് വന്ന് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ആ തുറന്നതുണ്ട്, നമ്മൾ അറിഞ്ഞുകൊണ്ട് തുറന്നതുണ്ട്, നമ്മൾ അറിയാതെ തുറന്നുണ്ട്. നമ്മൾ ചില വഴികൾ തുറന്നിട്ടാൽ, നമ്മൾ ചില വാതിൽ തുറന്നിട്ടാൽ ദുരാത്മ മണ്ഡലങ്ങൾ എൻ്റർ ചെയ്യും. നീ ദൈവികമല്ലാത്തതിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, അതുമായി ഒരു ഉടമ്പടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നീ സാത്താനിക ശക്തികളെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, മന്ത്രവാദ ശക്തികളെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, അന്യ ദൈവങ്ങളെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, ദുരാത്മ മണ്ഡലങ്ങളെ രഹസ്യമായി ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, നീ വാതിൽ തുറന്നിട്ടിട്ട് ഏത് അഭിഷിക്തൻ വന്ന് പ്രാർത്ഥിച്ചാൽ അപ്പോൾ ചിലപ്പോൾ ആ ഭൂതം പോകും. പക്ഷേ അത് പോയതിനേക്കാൾ വേഗത്തിൽ മടങ്ങി വരും. പുസ്തകത്തിൽ പല ഭാഗങ്ങളിലാണ് നമ്മൾ പഠിച്ച കാരണം കൂടുതൽ മോശമായി സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യരുത്? അധികമായി പാപം ചെയ്യരുത്. ചില ആളുകൾക്ക് വിടുതലുകൾ ഇഷ്ടമാ, അത്ഭുതങ്ങൾ ഇഷ്ടമാ, ദൈവം അയക്കുന്ന സൗഖ്യം ഇഷ്ടമാ, ദൈവം അയക്കുന്ന വിടുതൽ ഇഷ്ടമാ, ദൈവം സാമ്പത്തിക അഭിവൃദ്ധി നൽകുന്ന ഇഷ്ടമാ, ദൈവം കടം വീട്ടുന്ന ഇഷ്ടമാ, ദൈവം രോഗസൗഖ്യമാക്കുന്ന ഇഷ്ടമാ, ദൈവം ബന്ധനങ്ങൾ അഴിക്കുന്ന ഇഷ്ടമാ, ദൈവം സമാധാനം നൽകുന്ന ഇഷ്ടമാ. പക്ഷേ അവർക്ക് അതെല്ലാം ഇഷ്ടമാ, പക്ഷേ അവർക്ക് പാപത്തെ വിടാൻ ഇഷ്ടമില്ല.